ആസിക, ഈ പോയ വർഷത്തിൽ മികച്ച സിനിമകൾ എന്നൊക്കെ പറഞ്ഞിട്ട് മലയാളത്തിലല്ല, ഓൾ ഇന്ത്യ ലെവലിൽ തെരഞ്ഞെടുക്കുന്ന സിനിമകളിലൊക്കെയാണ് വരുന്ന സിനിമകളാണ് തലവനും കിഷ്കിന്ധാകാണ്ഡവും. അനുപമ ചോപ്രയുടെ പ്രധാനപ്പെട്ട ലിസ്റ്റിൽ കിഷ്കിന്ധാകാണ്ഡം ഉണ്ട്. ഇപ്പൊ ട്രൈഡ് ആൻഡ് റെഫ്യൂസ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പാൻ ഇന്ത്യ ലെവലിൽ റിവ്യൂയും സിനിമയെ പറ്റി സ്റ്റഡിയും ചെയ്യുന്ന ആളുകളുടെ ഇതിൽ കിഷ്കിന്ധാകാണ്ഡം ഉണ്ട്. കിഷ്കിന്ധാകാണ്ഡം ഇറങ്ങിയ സമയത്ത് മലയാളത്തിലും അത് നമ്പർ 1 സ്ട്രീമിംഗ് ആയിട്ട് നിലനിൽക്കുന്നു, ഹിന്ദിയിലും അത് അങ്ങനെ നിലനിൽക്കുന്നു എന്ന് പറയുന്നതിന്റെ ഒരു അത് പ്രത്യേകത എന്ന് പറയുന്നത് എളുപ്പമല്ല. ആളുകൾ സ്ക്രീൻ പ്ലേയുടെ പോലെ തന്നെ, അല്ലെങ്കിൽ അതിന്റെ മേക്കിങ്ങിനെ, അല്ലെങ്കിൽ മുജീബിനെ പോലെ തന്നെ ആസിക്കയുടെ പെർഫോമൻസിനെ എടുത്തു പറയുന്നു. ആരാണ് ഈ വിജയരാഘവൻ എന്നുള്ള ആക്ടർ എന്ന് ആളുകൾ ഐഡന്റിഫൈ ചെയ്യുന്നു. രേഖാചിത്രം ഒരു മൈൽ സ്റ്റോൺ ആയി തന്നെ രേഖപ്പെടുത്തിക്കൂടെ കരിയറിൽ? കിഷ്കിന്ധാകാണ്ഡം രേഖാചിത്രം, പിന്നെ ഉറപ്പായിട്ടും കിഷ്കിന്ധാകാണ്ഡം. ഇപ്പം വിഷു എല്ലാവർക്കും അറിയാവുന്നതാണ്, ഞാൻ ചെയ്ത മോശം സിനിമകളുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് പല നല്ല സിനിമകളും വേണ്ടപ്പെട്ട രീതിയിൽ ചർച്ച ചെയ്യപ്പെടാതെ പോയിട്ടുണ്ട്. അത് ഒരു പരിധിവരെ ഓവർകം ചെയ്തത് OTTയുടെ വരവോടുകൂടിയാണ്. OTTയിൽ വരുന്ന സമയത്താണ് തിയേറ്റേഴ്സിൽ നിന്ന് മിസ്സായത് പല റിസൾട്ട്സും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ എടുത്തു പറയേണ്ടതാണ് ലെവൽ ക്രോസ് എന്ന് പറഞ്ഞ സിനിമയും. എനിക്കും ആദ്യമായിട്ട് ഞാൻ ഇതിന്റെ കഥ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഡൗട്ട്ഫുൾ ആയിരുന്നു ഈ സിനിമ എത്രത്തോളം പ്രേക്ഷകരിലേക്ക് എത്തും എന്നുള്ളത്. അതിൽ ഒരു പോയിന്റിൽ പോലും ഞാനിതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ തിയേറ്റർ സക്സസ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ അത് മോശമില്ലാത്തൊരു തിയേറ്റർ സംസാരത്തിലേക്ക് പോവുകയും പക്ഷെ OTTയിലേക്ക് വന്നപ്പോൾ അതൊരു വലിയ റീച്ചിലേക്ക് പോവുകയും ചെയ്തു. അപ്പൊ അതിനുശേഷം കിഷ്കിന്ധാകാണ്ഡം എന്ന് പറഞ്ഞൊരു സിനിമ വരുന്നു, അത് തിയേറ്ററിൽ സക്സസ് ആവുന്നു, ആളുകൾ മുഴുവൻ ആ സിനിമയെ പറ്റി സംസാരിക്കുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ ഫസ്റ്റ് സ്ക്രിപ്റ്റ് വായിച്ച സമയത്തുണ്ടായിരുന്ന ഒരു എക്സൈറ്റ്മെന്റ് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ നിൽക്കുകയും ഈ സിനിമ തിയേറ്ററിൽ എത്രത്തോളം സക്സസ്ഫുൾ ആവുന്നുള്ളൊരു പേടി മനസ്സിലുണ്ടാവുകയൊക്കെ ഉണ്ടായിരുന്നൊരു സമയമുണ്ട്. പക്ഷെ ആ സിനിമ ഓണത്തിന് റിലീസ് ചെയ്യാമെന്ന് പറഞ്ഞ് ആ പ്രൊഡ്യൂസർ എടുത്തൊരു തീരുമാനമുണ്ട്. അതിനെയാണ് ശരിക്കും ഈ സിനിമയുടെ ജാതകം മാറ്റിയതെന്ന് തന്നെ പറയാം. കാര്യം ഒരു ഫെസ്റ്റിവൽ സിനിമ അല്ലായിരുന്നിട്ട് പോലും ഒരു നല്ല സിനിമയ്ക്ക് ആ ഫെസ്റ്റിവൽ സീസണിൽ ഒരു സ്പേസ് കിട്ടുകയും ആളുകൾ മൊത്തത്തിൽ ആ സിനിമ കണ്ടില്ലെങ്കിൽ അതൊരു ഭയങ്കര മിസ്സായിരിക്കും എന്ന് പറയുകയൊക്കെ ഒരു സീസൺ അതിന് ഭയങ്കരമായിട്ട് ആഘോഷിക്കപ്പെടുന്നു. പിന്നെ ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് ഇത് OTTയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എഗെയിൻ ഈ സിനിമ സംസാരമാകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു മൈൽ സ്റ്റോൺ തന്നെയാണ് എൻ്റെ കരിയറിൽ. ആളുകൾ ഇപ്പോഴും എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷം അവസാനിക്കുമ്പോൾ ഈ സിനിമകളെ പറ്റിയുള്ള റൗണ്ട് ടേബിൾ പോയിരിക്കുന്ന എൻ്റെ ജനറേഷനിലുള്ള പല ആക്ടേഴ്സിനെ കണ്ടപ്പോൾ ഞാൻ എന്തായിരിക്കും ഇങ്ങനൊരു കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ ഈ പ്രാവശ്യം എല്ലാവരും വിളിക്കുകയും പോകാൻ പറ്റാതിരിക്കുന്ന ഒരവസ്ഥ. അപ്പൊ അത് സംഭവിക്കാൻ ഇനിയും നല്ല സിനിമകൾ വരട്ടെ, സംഭവിക്കട്ടെ. ഈ ആളുകള്, ചുറ്റുള്ള ആളുകളെ ആസിക്കയുടെ ഒരു ആക്ടർ എന്നുള്ള രീതിയിലും മനുഷ്യൻ എന്നുള്ള രീതിയിലും ആസിക്കനെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, ചിയർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ നമ്മുടെ തമിഴിലൊക്കെ പറയില്ലേ, താനാസേന്ത് കൂട്ടും എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഒരു വെൽ വിഷസ് ഉണ്ട്. അതിനൊരു അവെയർ ആണോ? അത് ഞാൻ സിനിമയിൽ വന്ന സമയം മുതൽ എനിക്ക് അങ്ങനെ ഒരു ചുറ്റും എപ്പോഴും ആളുകൾ പറഞ്ഞില്ലേ, ഒരു ഭയങ്കര ഗ്രോത്ത് ഉള്ളൊരു കരിയർ ആയിരുന്നില്ല എൻ്റെ ഒരിക്കലും ഇതുവരെ ഉള്ളത്. അപ്പൊ അതില് ആ സമയത്തൊക്കെ നല്ല സിനിമകൾ ചെയ്തുകൊണ്ടിരുന്ന, ഇനീഷ്യലി കിട്ടിക്കൊണ്ടിരുന്ന നല്ല സിനിമകൾ, അതിനുശേഷം കുറെ ഫെയിലിയേഴ്സ് വന്നിട്ടുണ്ട്. ആ സമയത്തും ഒക്കെ ഒത്തിരി പേര് മോട്ടിവേറ്റ് ചെയ്യാനും കൂടെ നിൽക്കാനും ചീത്ത പറയാനും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇഷ്ടം കൊണ്ടാണ്. അപ്പൊ അവരെല്ലാവരും ഈ കഴിഞ്ഞ വർഷത്തില് ഭയങ്കര ചിയറിങ് ആയിരുന്നു. അവർക്കും സന്തോഷമായി, എനിക്കും സന്തോഷമായി. അപ്പൊ അങ്ങനെ ഒരു താനേ ചേർന്ന കൂട്ടം എന്റെ ചുറ്റുമുണ്ട്. ആദ്യം ഈ സിനിമയിലൊക്കെ വരുന്ന സമയത്ത് ഈ ഫേക്ക് ഓഡീഷൻ എന്താ, ഒറിജിനൽ ഓഡീഷൻ എന്താന്നൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയുണ്ട് എന്ന് പറയുന്ന ഒരു ടോക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഈ അടുത്ത് അർച്ചന കവിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ആസിക്കയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പം അവരെന്നോട് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ആദ്യ സിനിമ കിട്ടല് എളുപ്പമാണ് കുറച്ചും കൂടി, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സിനിമ തൊട്ട് എങ്ങനെ സർവൈവ് ചെയ്യും എന്നുള്ളതിനാണ് ആക്ടിങ് ക്ലാസ് പോലെ തന്നെ ഒരു ക്ലാസ് എടുത്ത് കൊടുക്കേണ്ടത് ആക്ടേഴ്സിന് എന്നുള്ളതാണ്. അതിന് എത്രമാത്രം സത്യമുണ്ട്? എന്നെ സംബന്ധിച്ച് ആദ്യ സിനിമ കിട്ടാനും എളുപ്പമായിരുന്നില്ല. ആദ്യ സിനിമ കിട്ടാനും എനിക്ക് നല്ല കഷ്ടപ്പാടായിരുന്നു. രണ്ടാമത്തെ സിനിമ കിട്ടാനും എനിക്ക് നല്ല കഷ്ടപ്പാടായിരുന്നു. മൂന്നാമത്തെ സിനിമ കിട്ടാനും എനിക്ക് നല്ല കഷ്ടപ്പാടായിരുന്നു. മൊത്തം എനിക്ക് കഷ്ടപ്പാട്. ബസൂക്ക കിട്ടാൻ എനിക്ക് ഭയങ്കര കഷ്ടപ്പാടൊന്നും ഉണ്ടായിരുന്നില്ല. മദനോത്സവം കഴിഞ്ഞ സമയത്ത് തന്നെയായിരുന്നു മദനോത്സവം കഴിഞ്ഞ ഉടനെ ഷൂട്ട് നടന്നത് ബസൂക്കൻ്റെതായിരുന്നു. അപ്പം അത് കണ്ടു കഴിഞ്ഞ ഉടനെയാണ് ബസൂക്ക നടക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ബസൂക്ക ഭയങ്കര കഷ്ടപ്പെട്ട് കിട്ടിയതല്ല ബസൂക്ക. പക്ഷെ രേഖാചിത്രത്തിലോട്ട്
കണ്ടിട്ടാണ് വിളിക്കുന്നത്. പക്ഷെ എന്നാലും ആ ഒരു ടൈം ഗ്യാപ്പ് വന്നായിരുന്നു. കാരണം ബസൂക്കന്റെ ഷൂട്ട് നടന്നു, അത് കഴിഞ്ഞ് കഴിഞ്ഞ വർഷം ഞാൻ വേറെ പടമൊന്നും ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ ഈ വർഷമാണ് എനിക്ക് രേഖാചിത്രം വരുന്നത്. അപ്പൊ ഈ എന്താ, അതായത് ഒരു പോയിന്റിൽ നമുക്ക് തോന്നിപ്പോ ഇനിയും ഓഡിഷൻസിന് എന്താ ഡെഫിനറ്റ്ലി പോണം, പക്ഷെ ഫേക്ക് ചെയ്ത് ഒറിജിനൽ ഏതാന്ന് എനിക്ക് പിന്നെയും സംശയം വരാറുണ്ട്. കാരണം എനിക്ക് ഇപ്പോഴും സംശയം മനസ്സിലാവുന്നില്ല ഏതാണ് എന്താണ് എന്നുള്ള സംഭവം മനസ്സിലാവുന്നില്ല. പിന്നെ അറിയുന്ന ആൾക്കാരുടെ അടുത്ത് ഇപ്പൊ ചോദിക്കാൻ വേണ്ടി പറ്റും, അത് ഇതുള്ളതാണോ, പോയി നോക്കാവോ, ഉള്ളത് തന്നെ അല്ലേ എന്നുള്ളൊരു സാധനം ഇപ്പം ചോദിക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യമുണ്ട്. ഈ പോയതിൽ ഒരു ഫേക്ക് ഓഡിഷൻ ഓർമ്മയിലുണ്ടോ? ഇത് ഫേക്ക് ആണെന്ന് മനസ്സിലായ മൊമെന്റോ, ഫേക്ക് ഓഡിഷനോ? പേരുകളൊന്നും പറയണ്ട. ഉണ്ട്. അതെങ്ങനെയായിരിക്കും? പേര് പറയണ്ട, ആരുടെയും പേരുകൾ പറയണ്ട. എന്നാലും അതെങ്ങനെയാ, അതൊന്ന് പറയാമോ? ഫേക്ക് ഓഡിഷൻ ആണ് ഈ ഓഡിഷൻ എന്നുള്ളത് മനസ്സിലാക്കിയ സംഭവം? കാണണം എന്ന് പറയും, എന്നിട്ട് കാണാൻ വേണ്ടി പോകും, എന്നിട്ട് പിന്നെ സ്ക്രിപ്റ്റും സംഭവങ്ങളൊന്നും തരില്ല, പിന്നെ വെറുതെ കാണും, പിന്നെ അതൊരു സംസാരമാവും. അപ്പൊ തന്നെ മനസ്സിലാവും ഇത് ഓഡിഷൻ അല്ലല്ലോ, പിന്നെ എന്തിനാ വിളിച്ചതല്ലേ നമുക്ക് തോന്നുള്ളൂ. ശരിക്കും അതായത് ഇപ്പോ ഓഡിഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എന്താ വിചാരിക്കുക, എന്തെങ്കിലും നമ്മുടെ അടുത്ത് ചെയ്യാൻ പറയുന്നു, അല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ വേണ്ടി പറയുന്നു, അതല്ലെങ്കിൽ ഏതെങ്കിലും സ്ക്രിപ്റ്റ് തരിക, നമ്മൾ അതൊക്കെ വിചാരിച്ചിട്ടായിരിക്കുമല്ലോ പോവുക. നമ്മുടെ ബേസിക് ടെൻഷൻ എന്തായിരിക്കും, ഇന്ന് എന്തായിരിക്കും അവിടെ ചെയ്യാൻ തരിക എന്നുള്ള സാധനം. പക്ഷെ പോകുന്ന സമയത്ത് ഇതൊന്നുമില്ല, വെരി ചിൽ, വെറുതെ സംസാരിക്കുന്നു, പിന്നെ വേറെ സംഭവങ്ങൾ എന്തൊക്കെയാ ചോദിക്കുന്നു, ഏതൊക്കെ സിനിമ മുന്നേ ചെയ്തിട്ടുണ്ടെന്ന് ചോദിക്കുന്നു, ഫോട്ടോസ് ഒക്കെ ഉണ്ടെങ്കിൽ അയച്ചു തരണേന്ന് പറയുന്നു, പിന്നെ അത് അവിടെ തീരും, അത്രേ ഉള്ളൂ. അപ്പൊ അത് മനസ്സിലാവും, അതാണ് ഫേക്ക് ഓഡിഷൻ. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കുന്നത്. അതാ എന്തോ അല്ലല്ല, ഞാൻ അത് കേട്ടിരുന്നതാ. അല്ല, ഈ പണ്ട് ഞാൻ സിനിമയിൽ വന്ന സമയത്ത് മമ്മൂക്കൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, പണ്ട് സിനിമയിലേക്ക് വരാൻ ഭയങ്കര എളുപ്പമായിരുന്നു. ഐ മീൻ, പണ്ട് സിനിമയിലേക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, വന്നാൽ എങ്ങനെയും ഒക്കെ നമ്മൾ തട്ടിമുട്ടി പോവും. ഇപ്പൊ സിനിമയിൽ വരാൻ എളുപ്പമാണ്, സർവൈവ് ചെയ്യാൻ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അത് കഴിഞ്ഞൊരു കാറ്റഗറിയും കൂടെ വന്നിട്ടുണ്ട്, ഈ റിവ്യൂവിങ്ങിനെ ഓവർകം ചെയ്യുക എന്ന് പറഞ്ഞൊരു വലിയ പ്രശ്നം. എൻ്റെ ജനറേഷൻ വരെ ഉള്ളവർക്ക് സിനിമ കിട്ടുക എന്നുള്ളത് ഈ സ്ട്രഗിള്, അവരുടേതായ സ്ട്രഗിൾ എടുക്കുക, സർവൈവ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടാക്കുക, സുഹൃത്ത് വലയങ്ങൾ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ കുറച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഫേസ് ചെയ്യുന്നത് പേഴ്സണൽ ആയിട്ടുള്ള റിവ്യൂവിങ് ഉണ്ട്. ഇവനെയൊക്കെ ആരാ സിനിമയിലെടുത്തത്, ഇവനെങ്ങനെയാ സിനിമ കിട്ടുന്നത് എന്ന് പറഞ്ഞ് പേഴ്സണലി പോയിന്റ് ചെയ്തിട്ടുള്ള, അത് പല ആളുകളുടെയും ഫ്രസ്ട്രേഷൻ ആയിരിക്കാം, പല ആളുകളുടെ ഇഷ്ടക്കുറവായിരിക്കാം. അപ്പൊ അത് ഓവർകം ചെയ്യാനുള്ള ഒരു മെന്റൽ ഹെൽത്തും കൂടെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ആവശ്യമുള്ള ഒരു കാര്യമാണ് ഇപ്പോ വരുന്ന ആളുകൾക്ക്. കാര്യം പേരെടുത്ത് കോമാളിയാക്കി കാണിക്കുന്ന രീതിയിലേക്കുള്ള റിവ്യൂവിങ് വരെ ഉണ്ട്. അപ്പൊ അത് ഈ പറയുന്ന പോലെ ഫേക്ക് ഓഡിഷന്റെ അസിക അവിടെ എടുത്തു പറയേണ്ട കാര്യം, ഇപ്പൊ കിഷ്കിന്ധാകാന്ഡം ഇറങ്ങുമ്പോ ആ റിവ്യൂവർ വലിയ വായിൽ അസിക്കയുടെ പെർഫോമൻസിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ സട്ടിലിറ്റിനെ പറ്റിയിട്ടും ലെയേഴ്സിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നു. ഇതേ സ്പെസിഫിക് റിവ്യൂവർ ഏതോ ഒരു പോയിന്റിൽ അറിയാതെ എന്നല്ല, ഒട്ടും വിചിന്തനം ഇല്ലാതെ ആസിഫ് അലിക്കൊക്കെ എങ്ങനെ ഇപ്പോഴും സിനിമ കിട്ടുന്നത് എന്നുള്ളത് ഒരു അത്ഭുതമാണ്, എങ്ങനെയാണ് ഇത്ര സ്റ്റാറായിട്ട് നിലനിൽക്കുന്ന അത്ഭുതമാണ് വേഗമായി അങ്ങ് പറയുക. അതായത് ആ പോയിന്റിൽ ഒരു റീച്ച് കിട്ടാൻ, ആ പോയിന്റിൽ ആളുകളുടെ എന്നുള്ളൊരു എക്സ്പ്രഷൻ കിട്ടാൻ വേണ്ടി ചെയ്യുന്നത് അത്. പക്ഷെ ഇത് ഏതോ ഒരു ഷൂട്ടിങ്ങിന്റെ സെറ്റിന്റെ ബ്രേക്കിന്റെ ഇടവേളയിൽ ഇരുന്ന് കാണുവോ അല്ലെങ്കിൽ അയച്ചു തരുവോ ചെയ്തിട്ട് അത് കാണുന്ന ആ സ്റ്റാറിന്റെ അല്ലെങ്കിൽ ആ ആക്ടറിന്റെ മാനസികാവസ്ഥ അല്ല, അത് തീർച്ചയായിട്ടും മാനസികാവസ്ഥ ഉണ്ട്, അത് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ അതിന് കിട്ടുന്ന റീച്ച് ഭയങ്കര വലുതായിരിക്കും. ആ റീച്ച് കിട്ടി അല്ലെങ്കിൽ അത് മനസ്സിൽ കയറിയ ഒരു പ്രേക്ഷകനിലേക്ക് അടുത്ത സിനിമയായിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്ട്രഗിളും കൂടെ ഉണ്ട്. അവരെ വീണ്ടും കൺവിൻസ് ചെയ്യാൻ നമ്മൾ അതിലേക്ക് ചാടി കയറുക എന്ന് പറഞ്ഞൊരു വലിയ ഹൈറ്റ് ഉണ്ട്. അപ്പൊ അതിന്റെ മേളിലേക്ക് ഒരു 10 ഇഷ്ടികയും കൂടെ എടുത്ത് വെക്കുന്നതായിരിക്കും ഈ ഒറ്റ കുഞ്ഞി കമന്റ്. അപ്പൊ അത് എനിക്ക് തോന്നുന്നത് ഈ ജനറേഷനിൽ വരുന്ന പുതിയ ആക്ടേഴ്സിന് വേണ്ട ഒരു മെന്റൽ ഹെൽത്തിന്റെയും കൂടെ ആവശ്യമാണ്.